So here the second unit, different media, one message. ഇതിനകത്ത് പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയാം അല്ലേ. ആദ്യം പഠിക്കേണ്ട സംഗതി വാട്ട് ഈസ് ലോക്കൽ ന്യൂസ് ആർട്ടിക്കിൾ ആൻഡ് നാഷണൽ ന്യൂസ് ആർട്ടിക്കിൾ, ഇന്റർനാഷണൽ ന്യൂസ് ആർട്ടിക്കിൾ ആൻഡ് ഫീച്ചർ, എഡിറ്റോറിയൽ കോളം. ഇത്രയും കാര്യങ്ങൾ ഡെഫിനിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. മക്കളെ ഞാൻ പറയട്ടെടാ, ശ്രദ്ധിച്ചോ. അതായത് ലോക്കൽ ന്യൂസ് ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസ് ഓഫ് ദി നെയ്ബർഹുഡ് ആണ്. നമ്മുടെ അയൽപ്രദേശങ്ങളിൽ, അയൽവക്ക പ്രദേശങ്ങളിൽ നടക്കുന്ന വാർത്തയാണ് ഇത് ലോക്കൽ ന്യൂസ് ആർട്ടിക്കിൾ. നാഷണൽ ന്യൂസ് ആർട്ടിക്കിൾ വി കൻ സേ ദാറ്റ് ന്യൂസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസ് ആർട്ടിക്കിൾ എന്താ? ന്യൂസ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. ആൻഡ് ദർ ഈസ് എ ഫീച്ചർ ആർട്ടിക്കിൾ. ഫീച്ചർ ആർട്ടിക്കിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കൻ സേ ദാറ്റ് എ ലൈറ്റ് ഹാർട്ടഡ് റൈറ്റപ്പ് ഓൺ ഇവന്റ്സ് ഓഫ് പീപ്പിൾ. അല്ലെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ഇവന്റിനെ കുറിച്ചോ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള റൈറ്റപ്പിനെയാണ് ഫീച്ചർ ആർട്ടിക്കിൾ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ 4 കാര്യം എക്സാമിന് ചോദിക്കാം, ശരിക്കും പഠിച്ചു വയ്ക്കണം. ആദ്യത്തേത് ലോക്കൽ ന്യൂസ് ആർട്ടിക്കിൾ, ന്യൂസ് ഓഫ് നെയ്ബർഹുഡ് ആണ്. നാഷണൽ ന്യൂസ് ആർട്ടിക്കിൾ, ന്യൂസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇന്റർനാഷണൽ ന്യൂസ് ആർട്ടിക്കിൾ, ന്യൂസ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ആൻഡ് a feature article is a light-hearted writer. Okay, ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർബന്ധമായി പഠിക്കുന്നത് എഡിറ്റോറിയലും അതുപോലെ കോളമാണ്. കോളം is a space reserved for a senior journalist ആണ്. ഐ മീൻ ഒരു പത്രത്തിനകത്ത് ഒരു സീനിയർ ജേർണലിസ്റ്റിന് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ കോളം എന്ന് പറയുക. ആൻഡ് എഡിറ്റോറിയൽ ആണ് is the opinion or mouthpiece of a newspaper എന്നുള്ള പോലെയൊക്കെ അറിയപ്പെടുന്നത്. എഡിറ്റോറിയലും കോളവും ഇമ്പോർട്ടന്റ് ആണ്. ഐ മീൻ 1 മാർക്കിനകത്ത് നിരന്തരം വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സംഗതി നിങ്ങൾ അവിടെ പഠിക്കണം. ഐ മീൻ ഈ ഒരു യൂണിറ്റിൽ നിന്ന് പ്രധാനമായും വരാറുള്ളത് ഇതുപോലെയുള്ള 1 വേർഡ് ആണ്. ആ 1 വേർഡിനകത്ത് നമ്മൾ ഈ പറഞ്ഞത് ഒഴിച്ചു കഴിഞ്ഞാൽ then അവിടെ ജേർണലീസ് പഠിക്കാറ് പോകരുത്. ജേർണലീസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can simply say that ന്യൂസ് പേപ്പർ ലാംഗ്വേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ജേർണലീസ് എന്ന് പറയാ. ആൻഡ് there is റിപ്പോർട്ടേജ് എന്ന് പറയാ, നമുക്ക് പറയാം സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിങ്ങിനെയാണ്. സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിംഗ് ആണ് റിപ്പോർട്ടേജ്. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ലാംഗ്വേജ് ആണ്. ആൻഡ് there is പാരലൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് യൂസ്ഡ് ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇത് മൂന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണ്. ഓപ്ഷനിൽ പാരലൻസ്, ജേർണലിസ്റ്റ്, റിപ്പോർട്ടേജ്, ന്യൂസ് റൂം, ഈ 4 ഓപ്ഷൻസും വരാറുണ്ട്. ഓരോന്നും എന്താണെന്നുള്ളത് പ്രധാനമായിട്ടും പഠിക്കണം. ന്യൂസ് റൂം എന്താന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഇവിടെ പറഞ്ഞിട്ടോ. പാരലൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് യൂസ്ഡ് ബൈ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. റിപ്പോർട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റൈൽ ഓഫ് റിപ്പോർട്ടിങ്ങിനെയാണ് റിപ്പോർട്ടേജ് എന്ന് പറയാം. ജേർണലിസ്റ്റ് ന്യൂസ് പേപ്പർ ലാംഗ്വേജ് ആണ്. ഇത് നമ്മൾ പറഞ്ഞ എഡിറ്റോറിയൽ, കോളം, then national news article, international news article, then feature article and അത്രയും കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ അവിടെ പഠിച്ചാൽ മതി. then അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡിഫറെന്റ് ജോബ് ടൈറ്റിൽസ് അസോസിയേറ്റഡ് വിത്ത് ന്യൂസ് റൂം ഇല്ലേ, ന്യൂസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ടൈറ്റിൽസ്. ആരാണ് കറസ്പോണ്ടന്റ്, ആരാണ് റിപ്പോർട്ടർ, ആരാണ് എഡിറ്റർ, അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്, സബ് എഡിറ്റർ ആരാണ്, പ്രൂഫ് റീഡർ ആരാണ്, ആരെയാണ് ജേർണലിസ്റ്റ് എന്ന് പറയാ, ന്യൂസ് റീഡർ ആരാണ്, ഗ്രാഫിക് ഡിസൈനർ. ഇത് ഓരോന്നും ആരാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നതാണ്. ഒന്ന് അറിയും എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അത് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആയിരിക്കണം. ഇത് കഴിഞ്ഞാൽ അവിടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാം, നമ്മൾ ആദ്യം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാച്ചി ഷോർട്ട് ടൈറ്റിൽ നമ്മൾ കൊടുക്കുക അല്ലെ. സാധാരണഗതിയിൽ സിമ്പിൾ പ്രസന്റൻസിലാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ടൈറ്റിൽ ഉണ്ടാകുന്നത്. ദെൻ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഒരു ബൈലൈൻ, ഡേറ്റ് ലൈൻ, പ്ലേസ് ലൈൻ ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ അത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് വരുന്നത് ബോഡി ഓഫ് ദി ന്യൂസ് ആണ് അല്ലെ. ആ ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ആ ഒരു ബോഡിയാണ്, മെയിൻ കണ്ടന്റ് ആണ് ആദ്യം വരേണ്ടത്. അതിനകത്ത് 5 W's എന്നുള്ള ആൻസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ദെൻ ഒരാൾ പറഞ്ഞ ആരുടെങ്കിലും ദ അക്കൗണ്ട് ഓഫ് ദി ഇവന്റ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഇവന്റിനെ കുറിച്ച് അവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. ദെൻ ആരെങ്കിലും കമന്റുകളോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്താം. ഒരു കൺക്ലൂഷനും കൂടി അവിടെ വരണം. ഇതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അതിന്റെ ആ ഒരു പാറ്റേൺ പഠിച്ചു വെക്കണം, നമുക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ദെൻ ഈ ഒരു ഡിഫറെന്റ് മീഡിയ 1 മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനകത്ത് നിന്ന് കുറച്ച് ന്യൂസസ്, ഐ മീൻ ന്യൂസ് ഹെഡ്ലൈൻസ് നിന്നിട്ട് അതിനെ ഒരു ഓർഡറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാം. ആ ഓർഡർ ചോദിക്കുന്നത് എന്താ പറയുക, നമ്മൾ നേരെ പഠിച്ചല്ലോ
അതായത് നമ്മളിപ്പോ ഒരു ചാനലിനകത്ത് ഒരു വാർത്ത വായിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു റേഡിയോക്കകത്ത് ഒരു വാർത്ത വായിക്കുമ്പോൾ നമ്മൾ ആദ്യം സ്ട്രെസ് ചെയ്യുന്നത് ലോക്കൽ ന്യൂസിനെയാണ്. ശേഷം നമ്മൾ നാഷണൽ ന്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, അതിനുശേഷമാണ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ആ ഒരു ഗതിയിൽ ഓർഡറിലേക്ക് മാറ്റാനൊക്കെ ഉണ്ടാവും. ദെൻ ഒരു ചെറിയൊരു ന്യൂസിന്റെ ചെറിയൊരു പീസ് ഓഫ് ന്യൂസ് തന്നിട്ട് അതിനൊരു ഹെഡ്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് വേണ്ടി പറയാം. അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ അവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. ദെൻ ഇവിടെ ഈ റേഡിയോയും ടെലിവിഷൻ ന്യൂസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. രണ്ടും സോഴ്സ് ഓഫ് ന്യൂസ് ആണ്, അതായത് രണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫർമേഷൻസ് ആണ്. പക്ഷേ ടെലിവിഷനകത്ത് എന്താണ് അഡീഷണൽ ആയിട്ടുള്ളത്, റേഡിയോക്കകത്ത് എന്താണ് അഡീഷണൽ ആയിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ദെൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമുക്കൊരു വാർത്ത തന്നിട്ട് ആ വാർത്തേനെ ഒരു റേഡിയോ ന്യൂസ് ആക്കിയിട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാം. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ സാധാരണ ഒരു FM സ്റ്റേഷനിൽ നിന്ന് അതല്ലെങ്കിൽ ഒരു റേഡിയോ സ്റ്റേഷനിൽ നിന്ന് എന്ത് ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു വാർത്തേനെ പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് മാറ്റിയാൽ മതി. ഇപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് വാം വെൽക്കം ടു ആ ഒരു ചാനലിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പേരൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വാർത്തേനെ ഒന്ന് എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. അതുപോലെ സാധാരണ ഒരു വാർത്ത തന്നിട്ട് അതൊരു റേഡിയോ ന്യൂസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു റേഡിയോക്കകത്ത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമല്ലോ, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ഹലോ വെൽക്കം ടു ആ ഒരു ചാനലിന്റെ പേര് കൊടുക്കുക, അങ്ങനെ ആ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റാണ്. ഇതാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ആദ്യം നമ്മൾ പറഞ്ഞ ആ ഒരു വൺ വേർഡ്, ആ വൺ വേർഡിനകത്ത് ഏകദേശം 10-ലധികം സംഗതികൾ അവിടെ പഠിക്കുന്നുണ്ട്. ദെൻ ന്യൂസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഏതൊക്കെയാണ്, ചിലപ്പോൾ മാച്ച് ചെയ്യാനൊക്കെ നമ്മളോട് ചോദിക്കാം. അതല്ലാതെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ റേഡിയോ ന്യൂസ് ആൻഡ് ടെലിവിഷൻ. ഓക്കെ, ഈ കാര്യങ്ങൾ അവിടെ പഠിച്ചാൽ മതി. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് യൂണിറ്റ്. സോ സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.